ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലൈൻ എന്ന വിഷ്വൽ എലമെൻറ്റിനെ കുറിച്ചാണ്. ഗ്രാഫിക് ഡിസൈനിൽ ഫണ്ടമെൻ്റലായ ഒരു വിഷ്വൽ എലമെൻ്റാണ് ലൈൻ എന്ന് പറയുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും മെസ്സേജ് കൺവേ ചെയ്യാനും ഒക്കെ വെറൈറ്റി മെത്തേഡിൽ നമുക്ക് ലൈൻ യൂസ് ചെയ്യാൻ സാധിക്കും. ലൈൻ തന്നെ നമുക്ക് പലതരത്തിൽ കാണാൻ സാധിക്കും. സ്ട്രേറ്റ്, കർവ്ഡ്, തിക്ക്, തിന്ന്, സോളിഡ്, ഡാഷ്ഡ്, അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ലൈൻ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനും ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യാനും നമ്മുടെ കണ്ണുകളെ ഗൈഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. സ്റ്റെബിലിറ്റി, മൂവ്മെൻറ്റ്, എനർജി തുടങ്ങിയ വികാരങ്ങളോ മാനസികാവസ്ഥയൊക്കെ കൺവേ ചെയ്യാനും നമുക്ക് ലൈൻ ഉപയോഗിക്കാം. ലോഗോയിൽ ഡയറക്ഷൻ്റെയും മോഷൻ്റെയൊക്കെ സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ലൈൻ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഡിസൈനിൻ്റെ ചില വശങ്ങളിലേക്ക് ഊന്നി കാണിക്കാനൊക്കെ നമുക്ക് ലൈൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഈ ലൈന് ഇൻഫോഗ്രാഫിക്സിൽ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇൻഫോഗ്രാഫിക്സ് മാത്രമല്ല, ഇലിസ്ട്രേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഫോഗ്രാഫിക്സിൽ ലൈൻ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്കാണെങ്കിൽ ഇലിസ്ട്രേഷൻ്റെ അത് ലൈൻ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ലൈനൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഇലിസ്ട്രേഷനൊക്കെ നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ലൈൻസിന് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞൊന്നുമില്ല, ലൈൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പോഗ്രഫിക്കകത്ത് ഒരു വേർഡ് സ്ട്രെസ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഈ പ്രെറ്റി എന്ന് പറഞ്ഞ വാക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ലൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് പലയിടത്ത് നമുക്ക് ലൈൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ ബോർഡറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുറേ ബോർഡേഴ്സ് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ലൈൻസാണ്. ഇതേപോലെ ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് ബോർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ലൈന് ഡിവൈഡ് ചെയ്യാനും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇതൊരു പത്ര പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇവിടെ മുകളിലൊരു ലൈൻ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്കാണ് ഇവിടെ ഇങ്ങനെ ലൈൻ കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ലൈൻ കാണാൻ പറ്റും. ഇതേപോലെ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ ഒരുപാട് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പല ഭാഗങ്ങളും സ്ട്രക്ചർ ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഇമേജ് കാണാൻ പറ്റും, ഇത് ഗ്രാഫിക് ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ലൈനുണ്ട്, ഈ ഒരു ലൈനുണ്ട്. അപ്പോൾ ഈ ലൈൻസൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെക്കറേഷൻ പോലെയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സ്പേസ് കാര്യമായിട്ട് കിടക്കാതെ ഒരു ഡെക്കറേഷൻ പോലെയാണ് ഈ ലൈൻസൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ലൈൻസ് ഉപയോഗിക്കാൻ സാധിക്കും.